സാലറി ഒന്നും ആലോചിക്കുകയേ വേണ്ട, എത്ര രൂപ വേണമെങ്കിലും പറഞ്ഞു തരാം, പക്ഷെ സഹോദരിയായിട്ടൊന്നും കാണാൻ പറയരുത്. മമ്മൂക്കടുത്തൊക്കെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി. അപ്പം എനിക്കന്ന് ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്. ഞാനത് റിസൈൻ ചെയ്തിട്ട് കയറിൽ തന്നെ തുടരുകയാണ്. ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വീട് വരെ നടന്നു കരഞ്ഞുകൊണ്ട് രാത്രി 9:30. ബ്ലാങ്ക് ചെക്കാണെന്ന് ശമ്പളം. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വേണമെങ്കിൽ നിന്ന് സഹകരിക്കുക, ഇല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് അതിനുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറഞ്ഞു പോകും. ഹാപ്പി സർദാറിൻ്റെ സിനിമയിലൊക്കെ നയതന്ത്രമില്ലാത്തതുകൊണ്ട് മാത്രം എനിക്ക് പണി മേടിച്ചത്. ആ കാരവൻ്റെ ഇഷ്യൂ ഒക്കെ പറയാനുള്ളത് അങ്ങ് മുഖത്തോക്കി പറയുന്നതിൻ്റെ പ്രശ്നം. PR-ൻ്റെയോ കോണ്ടാക്റ്റിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ പുറത്തൊന്നും ഇത് സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എങ്ങും എത്തൂല. ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എന്താ ഭാവി ഉണ്ടാവുമായിരിക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. മാല പാർവതിയാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയ പോഡ്കാസ്റ്റിൽ. നമസ്കാരം. നമസ്കാരം. കുറേ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കുമ്പോൾ ചേച്ചിയുടെ ലവ് സ്റ്റോറിനെ പറ്റി പറയുന്ന കുറേ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു. പ്രേമിച്ച് കഴിഞ്ഞിട്ട് ജീവിതം തുടങ്ങുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേമിച്ച് കഴിഞ്ഞു, രജിസ്റ്റർ മാരേജ് ചെയ്തു, വീട്ടിലോട്ട് തന്നെ തിരിച്ചുപോയി. എൻ്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്ത് റിവോക്ക് ചെയ്ത് വെക്കണം, എന്നിട്ട് അച്ഛൻ കല്യാണം കഴിപ്പിച്ചു തരും. തെറ്റാണ് നിങ്ങൾ ചെയ്തത്. അപ്പോൾ കുറേ ചേച്ചിയുടെ കല്യാണം കഴിയണം, പിന്നെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പരീക്ഷ എഴുതാനുള്ള അറ്റൻഡൻസ് എനിക്ക് തന്നില്ല ഞാൻ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ. പിന്നെ ഞാൻ 6 പേപ്പറും കൂടെ പിന്നീട് എഴുതിയെടുക്കുകയാണ് ചെയ്തത്. എന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറ്റൻഡൻസ് തരത്തില്ല എന്ന് പറഞ്ഞു. കല്യാണം പിരിഞ്ഞിട്ട് വാ, പരീക്ഷ അറ്റൻഡൻസ് തരാം, അല്ലെങ്കിൽ തരത്തില്ല. അപ്പോൾ അങ്ങനെ 6 പേപ്പറും എന്നുവെച്ചാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എഴുതിയിരുന്നു. ഫൈനൽ ഇയർ എഴുതാത്തതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ പേപ്പറും കൂടെ ഒരുമിച്ച് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തതിൻ്റെ പേപ്പർ സൈൻ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ 3 വർഷം ക്ലാസ് തുറന്ന് വെച്ചിരുന്നു. നിങ്ങൾ ക്ലാസ്സിൽ കയറി പഠിച്ചൊന്നുമില്ല, പരീക്ഷ എഴുതിയില്ല. ഇനി അങ്ങനെ പറ്റില്ല. പാർവതി പോയി പ്രേമിക്കാനും പഠിക്കാനും ഒന്നും അല്ല ഇവിടെ വന്നത്. കല്യാണം രജിസ്റ്റർ മാരേജ് ചെയ്തത് റിവോക്ക് ചെയ്തിട്ട് വാ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞു. 1990 ഓഗസ്റ്റ് 10 എൻ്റെ രജിസ്റ്റർ മാരേജ്. 1990 എനിക്കത് 20 വയസ്സ്. 91 ഡിസംബർ 9 വീട്ടുകാർ കല്യാണം നടത്തി തന്നത്. അപ്പോൾ അതിനുശേഷം ഒരു 1.5 വർഷം പല ഘട്ടങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റുന്നു. പല അച്ഛൻ്റെ കസിൻസിൻ്റെ അച്ഛൻ്റെ പെങ്ങിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കുറേ നാൾ താമസിപ്പിക്കുന്നു. ബ്രെയിൻ വാഷ് ചെയ്യാൻ ചെയ്യാൻ അടിപൊളി ബ്രെയിൻ വാഷുകളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛന് ഞാനും കൂടെ ബ്യൂട്ടിഫുൾ ബ്രെയിൻ വാഷുകളുണ്ടായിരുന്നു. ഒന്ന് തൃക്കുന്നപ്പുഴ മംഗലത്ത് അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ കടലിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നിങ്ങനെ നിലയില്ലാത്തിടത്ത് ഇങ്ങനെ നിൽക്കുമോ, ഭയങ്കര രസമുണ്ട്. അവിടെ ചോദിച്ചു, മോളെ ഇത് വേണോ നിനക്ക്? പൊള്ളാച്ച കടലിൽ ഉപയോഗിച്ചോടെ ചോദിക്കുന്നത്. ഞാൻ ഭയങ്കര കൂട്ടം. അത് കഴിഞ്ഞ് കോട്ടയത്ത് എത്തിയിട്ട് പല കാര്യങ്ങൾ ചെയ്യണം എൻ്റെ മനസ്സ് മാറ്റാം. സിനിമ കാണാം. അപ്പം എന്ത് ഞാൻ പറഞ്ഞാലും കൊണ്ടുപോകും. അവിടെ പോകണം, ഇവിടെ പോകുന്നു, മലയിൽ കൊണ്ടുപോകും, എവിടെ പോകണം എല്ല. അപ്പോൾ കഴിക്കുക. അപ്പോഴത്തേക്ക് സിനിമ കാണാൻ കൊണ്ടുപോയി. ഓട്ടോ ആയിപ്പോയി സിനിമ. അപ്പം അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു സിനിമ. ഇതാണ് അച്ഛൻ ഞാൻ പറയുന്നത്. ഇത് അച്ഛനെ പഠിപ്പിക്കുന്നതാണ്, ഇതെല്ലാം യൂണിവേഴ്സ് തിരിച്ചു പഠിപ്പിച്ചു തരുന്നതാണ്. അങ്ങനെ അച്ഛൻ അവസാനം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എൻ്റെ ഒരു എൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ എന്നുവെച്ചാൽ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കി. തഴവയിൽ ജ്യോതിയണ്ണുണ്ടായിരുന്നു അവിടെ. അതായത് അപ്പച്ചിയുടെ മൂത്ത മോൻ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ഇപ്പം എൻ്റെ പ്രേമപ്പാട്ടുണ്ട്, മറ്റേ വളയോ സെലി അത് അന്നൊരു കാസറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഇതുപോലെ കുറേ ഇങ്ങനെ കുറേ പാട്ട്. അപ്പോൾ ഈ പാട്ടാണ് എൻ്റെ ഗോ ടു പാട്ട്. ഞാൻ ഇതിങ്ങനെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പാട്ടിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ജ്യോതിന് മനസ്സിലായി ഇത് മാറാൻ പോകുന്നില്ല. അങ്ങനെ ജ്യോതിനോട് ചോദിക്കരുത്, മാലക്കുട്ടി എന്തെങ്കിലും കത്ത് വല്ലതും എഴുതണമെങ്കിൽ എഴുതിത്താ എന്ന് പറഞ്ഞിട്ട് ഇൻലൻഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും എഴുതിയിട്ട് അവിടെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാനത് എഴുതി ഒളിച്ച് അവിടെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും. അതിൻ്റെ ജ്യോതിൻ്റെ പേരിൽ വരുമ്പോൾ കത്ത് കൊണ്ടു തരുമായിരുന്നു. അങ്ങനെയൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ എനിക്ക് എൻ്റെ ചേട്ടൻ ചെയ്തു തരുമായിരുന്നു, കസിൻ ചേട്ടൻ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ സതീശൻ്റെ വീട്ടിൽ നിന്ന് വീട്ടുകാർ വന്ന് അന്വേഷിക്കാൻ അച്ഛൻ വരാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവർക്ക് ബോധ്യപ്പെട്ടു ഞാൻ മാറില്ല. പിന്നെ പെട്ടെന്ന് കല്യാണം തീരുമാനിച്ചു നടന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് സതീശൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു, എല്ലാവരുമായിട്ട് പരിചയപ്പെടാൻ. 3 മാസം അവിടെ നിന്നു. അവസാനം വീട്ടുകാർക്ക് വലിയ ശല്യമായി എന്നെ കൊണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയത്. വാടകയ്ക്ക് വീടെടുത്തിട്ടിട്ടാണ് ഞങ്ങളവിടെ വന്നത്. ഞാൻ വാടകയ്ക്ക് ഗൗരീശോട്ടത്ത് താമസിച്ചു.
അവിടെ താമസിച്ചപ്പോൾ അത് വേറൊരു ലൈഫായിരുന്നു. കാരണം ഒരുപാട് 3000 രൂപയ്ക്ക് വീട് നടത്തിക്കൊണ്ട് പോകണം. വേറെ തരത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്ര രൂപയ്ക്ക് പാലിൻ്റെ കണക്ക്, പത്രത്തിൻ്റെ കണക്ക് ഇതൊക്കെ നോക്കി കുഞ്ഞായിട്ട് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി, അത് ഒന്നെങ്കിൽ പുട്ടുണ്ടാക്കും. രാവിലെ ഞാൻ ഒന്നും കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് ഒന്നും കഴിക്കത്തില്ല. സദസ്യം വരുമ്പോൾ പിന്നെ രാത്രി കഞ്ഞി ഉണ്ടാക്കും. അങ്ങനെയൊക്കെ പിശുക്കിയൊക്കെ ഒരു സിനിമ ഞങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ ബഡ്ജറ്റിലൊരു സിനിമയുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് MA-ക്ക് അഡ്മിഷൻ കിട്ടി, കാര്യവട്ടത്ത് പോയി. പിന്നെ ബസ്സിൽ കയറി. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ബസ്സിൽ കയറി കാര്യവട്ടത്ത് പോകുമായിരുന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വന്ന് വിളിച്ചു, ഇവിടെ നിൽക്കണ്ട, അവിടെ വരണം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എനിക്ക് വയ്യായിരുന്നു ആ സമയത്ത്. പിന്നെ അങ്ങനെ അപ്പം എന്നാലും കാര്യവട്ടത്ത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ അതിനുശേഷം ഇത് ഞങ്ങളുടെ ചിലവിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളത്. സച്ചിൻ ജോലി ഉണ്ടായിരുന്നു, പിന്നെ വീട്ടിലും മാറി, അങ്ങോട്ട് പോയി, എൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ പ്രഗ്നൻ്റ് ഒക്കെ ആയിട്ട് പിന്നെ ഏഷ്യാൻ്റെ ജോലി കിട്ടി. അപ്പോൾ ആങ്കറിങ് തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ച് വരുമാനം ഉണ്ടായി. പിന്നെ കുഴപ്പമില്ലാതെ പിന്നെ അങ്ങോട്ട് ടെലിവിഷനിലൊക്കെ ഷോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. പാരലായിട്ട് പൈസ ഉണ്ടായി തുടങ്ങി. ഈ ടെലിവിഷനിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്, എനിക്ക് ക്രഷ് തോന്നുന്നു, അങ്ങനെയൊന്നും ഇല്ല? ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞില്ല? ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. കോളേജിലുണ്ടായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. പേടിച്ചിട്ടായിരിക്കും ഞാനിപ്പോൾ. അതറിഞ്ഞൂടാ. കുറച്ച് സംഘാടകമായിട്ട് നടക്കുകയല്ലേ അപ്പോൾ? ചെയർപേഴ്സണൊക്കെ ആയിരുന്നില്ലേ, SFI ചെയർപേഴ്സൺ. അങ്ങനെ പ്രേമമാണെന്നും കാണാൻ കൊള്ളാമെന്നൊന്നും എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഏത് കോളേജ് കാലഘട്ടം ഏറ്റവും ഇഷ്ടം? ഡിഗ്രി, MA, MPhil? മൂന്നാണ്. ഓൾ സയൻസിൽ വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു രസമൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ക്ലാസ്സിലെ ബഹളങ്ങൾ. വിമൻസ് കോളേജ് ഒരു സെലിബ്രേഷൻ ആയിരുന്നു. ഓർഗനൈസിങ്, യൂത്ത് ഫെസ്റ്റിവലുകൾക്ക് പോവുക, പിന്നെ പ്രോഗ്രാമുകൾക്ക് കുട്ടികളെ കൊണ്ടുപോവുക, ബസ് അറേഞ്ച് ചെയ്യുക, ഒരു സംഘാടന, പല കോട്ടയത്ത് പോവുക, കൊല്ലത്ത് യൂത്ത് ഫെസ്റ്റിവലിന് പിള്ളേരെ കൊണ്ടുപോവുക, കോമ്പറ്റീഷന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, ഡ്രസ്സ് വാങ്ങിക്കുക, അങ്ങനെ ഒരു ഭയങ്കര ഉത്സവം പരിപാടി. അതൊക്കെ ഇവൻറ്റ്ഫുള്ളായിരുന്നു വിമൻസ് കോളേജ്. കാര്യമെടുത്ത് പോകുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. പഠിക്കുക എന്നുള്ളൊരു കാര്യമുള്ളൂ. ലൈബ്രറി ഇരുന്ന് ഫുൾ ടൈം അപ്പോഴാണ് സൈക്കോളജി എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ മുഴുവൻ സമയം പഠിക്കുമായിരുന്നു. വിമൻസ് കോളേജിലെ ക്ലാസ്സിലേ ഞാൻ കയറിയിട്ടില്ല. ടീച്ചർ മോളിൽ വരും, ഞങ്ങളുടെ മരത്തിൻ്റെ അവിടെ നിന്ന് മേളിൽ നോക്കിയ ഫിസിയോളജി സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ടീച്ചർ, കുറച്ച് തിരക്കുണ്ട്. കിറ്റി ടീച്ചറൊക്കെ പാർവതി ആ മരത്തിൻ്റെ മുട്ടിക്കാട് ഒന്ന് വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ടീച്ചർ മരിച്ചു പോയി പാവം. പ്രിൻസിപ്പലേ ആയിരുന്നു. ഞാൻ ഭയങ്കര വേറൊരു തരത്തിലുള്ള ആഘോഷമായിരുന്നു, ഭയങ്കര സെലിബ്രേഷനായിരുന്നു കോളേജ്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വിഷ്ണു, പറയാൻ പറ്റില്ല. അതൊരു അനുഭവമാണ്. അത് ഒരുപാട് ഞാനിടയ്ക്കൊന്ന് എഴുതിക്കൊണ്ടിരുന്നു ഫേസ്ബുക്കിൽ. പിന്നെ ഞാനത് അയച്ചു തരാം. വിഷ്ണു എഴുതിയ കുറച്ച് പീസസ് ഉണ്ട് ഫേസ്ബുക്കിൽ കിടപ്പുണ്ടെങ്കിൽ അയച്ചു തരാം കേട്ടോ. ഞാൻ അയച്ച ഭയങ്കര രസമായിരുന്നു അത്. ആ കാലഘട്ടം ഒരുപാട് പേരുടെ ഹംസമായിരുന്നു. ഞാൻ പ്രേമത്തിൻ്റെ ഹംസം. ഒരു ഓട്ടോ കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ടോ? രജിസ്റ്റർ മാരേജ് ഒപ്പിടാനൊക്കെ പോയിട്ടുണ്ടോ? രജിസ്റ്റർ മാരേജ് ഓടാനൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഒപ്പിടാൻ ഞാൻ പോയിട്ടില്ല. ഭയങ്കര ധൈര്യമായിരുന്നു അല്ലേ കൊച്ചിലെ മുതൽ? ഭയങ്കര ധൈര്യമായിരുന്നു. എല്ലാവരുടെയും പ്രേമം കത്ത് എൻ്റെ വീട്ടിലായിരുന്നു വരുന്നത്. രാവിലെ വരുമ്പോൾ ഒരു ബാഗിനകത്ത് ക്യൂ നിൽക്കും ആൾക്കാർ. ഓക്കെ, പോസ്റ്റ് ബാഗ് കൊടുക്കുന്ന ഒരു കത്ത്. എൻ്റെ വീട്ടിലെ പ്രേമ കത്തുകൾ മുഴുവൻ വീട്ടിൽ. ആങ്കറായിട്ട് ഉൾക്കാഴ്ച 97 തൊട്ട് സുപ്രഭാതം, സനൽ പോറ്റി, BR പ്രസാദ്, രാജശ്രീ വാര്യർ, ഞാൻ. അതിനുശേഷം കൈരളിയിൽ ശുഭദിനം, അനന്തപത്മനാഭൻ ഞാൻ. ആ സമയത്ത് ആര്യ, അനൂപ് മേനൻ. അത് കഴിഞ്ഞ് അനന്തപത്മനാഭൻ, പത്മനാഭൻ്റെ മകൻ. അതിനുശേഷം അനൂപ്, ഞാൻ, ആര്യ, സുന്ദർ, അങ്ങനെ. അത് 2004 വരെ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് LLB ജോയിൻ ചെയ്തത്. ആ സമയത്ത് ദൂരദർശനിലും സൂര്യ ടി വിയിൽ പൊൻപുലരി, ദൂരദർശനിൽ ഫ്രീലാൻസ് ഇൻ്റർവ്യൂസും ലൈവ് ഷോസും, നിശാഗന്ധി, കൂട്ടുകാരി. ഓൺലൈനിൽ വന്നപ്പോൾ ആങ്കറിങ്ങിൻ്റെ ഒരു രീതി മുഴുവനായിട്ടൊക്കെ മാറിയല്ലോ. അക്കാഡമിക് ലെവലിലെ ആങ്കേഴ്സ് ഇപ്പോൾ പണ്ടത്തെ അത്ര വായിക്കുന്നില്ല, പണ്ടത്തെ അത്ര അവെയർ അല്ല, ഇതിനൊരു ചിട്ടയില്ല, അങ്ങനത്തെ തോന്നലുകളൊക്കെ ഉണ്ടോ? നമ്മളുടെ ഓഡിയൻസും വ്യത്യാസമായിരുന്നില്ലേ? ഞങ്ങളുടെ ഓഡിയൻസും വ്യത്യാസം. ഇപ്പം നമ്മളിപ്പോൾ ഒരു എഴുത്തുകാരിയുടെയോ, ഇപ്പോൾ ഉദാഹരണത്തിന് കടമനിട്ട, അല്ലെങ്കിൽ ഒരു ആൾ വിനയേന്ദ്രൻ, ഒരു കവി വന്നു, അല്ലെങ്കിൽ N കൃഷ്ണപിള്ള സാർ വന്നു, സാനു മാസ്റ്റർ വന്നു, അങ്ങനെ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളായി. ഇപ്പം T പത്മനാഭൻ വന്നു. ഇത് മുഴുവൻ വായിച്ചിട്ടുള്ളവരാണ് ഞങ്ങളുടെ ഓഡിയൻസ്. അപ്പം നമുക്കൊരു തെറ്റാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഇപ്പം ഷേഖൂട്ടി എന്ന് ഞാനൊരു കഥ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷേഖൂട്ടിയുടെ ഒരു കഥ എന്ന് ഞാൻ പറഞ്ഞ ആ ക്യാരക്ടറിന് അത് വായിച്ചിട്ട് നാളെ അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചപ്പോൾ അതിനകത്ത് ഇന്ന ഒരു തെറ്റ് വന്നു എന്ന് പറയാൻ റെഡി ആയിട്ടിരിക്കുന്നവരാണ് ഞങ്ങളുടെ ഓഡിയൻസ്. എന്ത് കഥ എടുത്താലും, മനസ്സിലായോ?
അപ്പോൾ ഒരു പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഒരു പോപ്പുലർ കഥയിൽ എനിക്ക് നിൽക്കാൻ നോക്കൂല. എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലെയും അദ്ദേഹത്തിൻ്റെ നളിനകാന്തി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാഗങ്ങളെക്കുറിച്ചുള്ള കഥകളെക്കുറിച്ചും എല്ലാ കഥകളുടെയും ടെക്സ്ചറിങ്ങിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പൊതുസ്വഭാവത്തിനും പോയി ആ ഇൻ്റർവ്യൂ തീർക്കാൻ പറ്റുള്ളൂ. കാരണം അത് പ്രതീക്ഷിക്കുന്നവരാണ് എൻ്റെ ഓഡിയൻസ് ആയിരുന്നത്. പിന്നെ ഞങ്ങളോട് നാളെ ആരാണ് ഗസ്റ്റ് എന്ന് പോലും പറയാതെ ഞങ്ങൾക്ക് ഗസ്റ്റുകളെ തരും. ഇപ്പോൾ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന ശരത്ചന്ദ്രൻ, അദ്ദേഹമാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ആരാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞു തരൂല. അപ്പോൾ പറയും ശ്രീദേവി ആണ് നാളെ ഗസ്റ്റ്. ഇപ്പോൾ ശ്രീദേവി ആരാണ് എന്ന് ചോദിച്ചാൽ വരുമ്പോൾ രാവിലെ അഗ്നിഹോത്രം എഴുതിയ ശ്രീദേവി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ അഗ്നിഹോത്രം ഞങ്ങൾ വായിച്ചിരിക്കണം. എങ്ങനെ വായിച്ചിരിക്കണമെന്നൊന്നും ചോദിക്കരുത് എൻ്റെ പൊന്നും ഇഷ്ടം, വായിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതിനെ കൊള്ളൂല. എങ്ങനെ വായിച്ചിരിക്കണം എന്ന് ചോദിക്കരുത്, വായിച്ചിരിക്കണം. ആ സമയത്ത് DC-യിൽ ഇറങ്ങിയ മാതൃഭൂമിയിൽ നിന്ന് ഇറങ്ങുന്ന പുസ്തകങ്ങൾ ഞങ്ങൾ അപ്പോൾ അപ്ഡേറ്റഡ് ആയിക്കണം. കാരണം ആ 2-3 ആഴ്ചക്കകം വിളി വന്നിരിക്കും. ഒരു ആഴ്ചപ്പതിപ്പിൽ വരുന്ന ഒരു കഥ, ഒരു കറണ്ടായിട്ട് പത്രത്തിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ. സിനിമാക്കാരില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് എക്സിബിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പെയിൻറ്റിങ് എക്സിബിഷന് ഒരാൾ വരാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. പക്ഷെ പിന്നീട് ഫിലിം ആക്ടേഴ്സിന് ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ശ്രീവിദ്യാനെ ഇൻ്റർവ്യൂ ചെയ്തതല്ലേ? വിദ്യാമ ഇൻ്റർവ്യൂ അവർ മരണപ്പെട്ടപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യണ്ടായിരുന്നില്ല ലൈവായിട്ട്? അത് വിദ്യാമയുടെ ഇൻ്റർവ്യൂ ചെയ്ത് ദൂരദർശന് വേണ്ടി. ആദ്യത്തെ മാമിൻ്റെ ആ ഒരു അസുഖത്തിൻ്റെ ഫേസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ കൊടുത്തത് ദൂരദർശനിലായിരുന്നു. അതിനുവേണ്ടി അവരുടെ എല്ലാ പടങ്ങളും കാണുകയും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ വിളിക്കുക. ഞാനിത് അറിഞ്ഞ അപ്പോൾ ഒരു കസേര മേശയിട്ട് അവിടെ ഇരുന്നതാണ്, ഒരു ഫോട്ടോ എടുത്തെടുത്ത് വെച്ചിട്ട്. എൻ്റെ രാജേന്ദ്രൻ തൊട്ട് അവരെക്കുറിച്ച് അവർ വർക്ക് ചെയ്തിട്ടുള്ള KG ജോർജ് തൊട്ട് സകലരെയും വിളിച്ച് പ്രിപ്പയർ ചെയ്ത്. പക്ഷെ അവർക്ക് വലിയ ഇഷ്ടപ്പെട്ട ഇൻ്റർവ്യൂ. ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞു. അങ്ങനെയുള്ളത് നമ്മൾ അറിയുന്നു. ലാലേട്ടനെ 4 വട്ടം ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ലേ? ഇപ്പോൾ ലാലേട്ടനെ പറ്റിയ ആളുകൾ ഉത്തരങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു നയതന്ത്രം. അതങ്ങനെയല്ലേ മോനെ, അത് ഹാപ്പനിങ് അല്ലേ മോനെ. അത് ഇപ്പോൾ 4 വട്ടം ചെയ്യുമ്പോഴും അവൻ്റെ ഒരു ഇത് പഠിച്ചിട്ടുണ്ടാവും, ഒരു രീതി. ഇദ്ദേഹം ഇങ്ങനെയായിരിക്കും ഉത്തരം പറയാതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം ചോദിക്കണം. തന്മാത്രയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് 10 മിനിറ്റ് ദൂരദർശൻ ഇൻ്റർവ്യൂ കൊടുത്തത്. 10 മിനിറ്റ്. ഞങ്ങൾ 7:30 ചെല്ലുന്നു, 7:40 നിർത്തുന്നു ഇൻ്റർവ്യൂ. ഞങ്ങൾ 6:30 അവിടെ ചെല്ലണം. സാർ 7:30 ഇറങ്ങി വരും, 7:40 വരെ ഇൻ്റർവ്യൂ. ഇതാണ് നമ്മളോട് പറഞ്ഞിരുന്നത് ബ്രീഫ്. അതിനും ഈ പറഞ്ഞ പോലെ ഞാനൊരു 200 പേജ് നോട്ട് ബുക്ക് മുഴുവൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അദ്ദേഹം എങ്ങനെ നന്നായി വായിക്കും അല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെ അറിയാം ഞാൻ വായിക്കുന്നത് എങ്ങനെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വായിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മങ്കോ സോൾഡസ് ഫെറാറിയാണ്. ഓ ശരി. അപ്പോൾ അത് വായനയെക്കുറിച്ച് അപ്പോൾ പുള്ളി ഓപ്പൺ അപ്പ് ചെയ്യും. അപ്പോൾ റോബിൻ ശർമ്മ അത് ഇതെന്നൊക്കെ. അതുപോലെ വരയ്ക്കുന്നതിൻ്റെ നമ്പൂതിരിയായിട്ടുള്ള ബന്ധം, പെയിൻറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഞാൻ അങ്ങനെ നമ്പൂതിരിയായിട്ടുള്ള ബന്ധം അത് സ്പെസിഫിക് ആയിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കും. ഓക്കെ സ്പെസിഫിക് ആയിട്ട് എന്താണ് ഞാൻ ആ പറയുന്നതിൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ന കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പം അങ്ങനെ ആ ഇൻ്റർവ്യൂ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ 10 മണിക്ക് ഇൻ്റർവ്യൂ ബ്രേക്ക് ചെയ്തത്. ഇടയ്ക്ക് വെച്ച് 8:30 9 മണിക്ക് 8:30 ബ്രേക്ക് ചെയ്ത് 10 മിനിറ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് വർത്തമാനം കഴിഞ്ഞാൽ പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് 10 മണിക്കാണ് സാർ ആ ഇൻ്റർവ്യൂ. 2 മണിക്കൂറായിട്ടാണ് ദൂരദർശനിൽ ആ ഒരു ഈദിൻ്റെ അന്ന് ടെലികാസ്റ്റ് ചെയ്തത്. ഒരു ദിവസം പിറ്റേ ദിവസം 1 മണിക്കൂറായിട്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്താൽ സംസാരിക്കും. വണ്ണം കുറേയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എൻ്റെ ആദ്യത്തെ രൂപത്തെക്കുറിച്ച്. അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി അപ്പോൾ തന്മാത്രയുടെ അഭിനയം അങ്ങനെ ഓരോ എൻ്റെ ന്യൂവാൻസസിനെ കുറിച്ചും അപ്പം ഈ പറയുന്ന തിയറീസിനെ കുറിച്ചും സാറ് പ്രോസസ്സിനെ കുറിച്ചും എല്ലാം ഇരുവറിനെ കുറിച്ച് കുറേ നേരം സംസാരിച്ചു. ഇരുവറിൻ്റെ പ്രധാനപ്പെട്ട ഷോട്ടുകളെക്കുറിച്ച്, ഒരു റൗണ്ട് ട്രോളി ഷോട്ടിനെ കുറിച്ച്, കാലെടുത്ത് വെക്കുന്ന ഷോട്ടിനെ കുറിച്ച്, മണിരത്നമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. പിന്നത്തെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പത്മപ്രിയായിട്ടുള്ള വടക്കുന്നാഥൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊമോഷനായിരുന്നു. അത് ഇൻ്റർവ്യൂ ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ അറബി ഒട്ടകത്തിൻ്റെ ഒരു പ്രൊമോഷൻ, പിന്നെ ഒരു ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. അത് 2007 ജാനുവരി 1 ലാസ്റ്റ് ഇൻ്റർവ്യൂ. അത് ന്യൂ ഇയറിന് വന്ന ഇൻ്റർവ്യൂ. മമ്മൂക്കയായിട്ട് പ്രജാപതി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഉത്തരങ്ങൾ എങ്ങനെയായിരുന്നു? അദ്ദേഹം എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നു. നമുക്കിനി അടുത്ത് ഇങ്ങനെ അപ്പം എങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ ചോദിച്ചു അതൊക്കെ അങ്ങനെയൊക്കെ. അന്ന് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു, എനിക്ക് ഭയങ്കര എന്നെ അറിയാമല്ലോ, ഞാൻ കയറിയില്ലേ, എൻ്റെ ഞങ്ങളുടെ ചെയർമാൻ അല്ലായിരുന്നു, എന്നെ പരിചയം ഉണ്ടായിരുന്നു. ഷോ ഒക്കെ ചെയ്യുമ്പോൾ താഴെ വന്നിരിക്കുമായിരുന്നു, ഞങ്ങളുടെ താഴെ ഫ്ലോറിൽ വന്നിരിക്കുമായിരുന്നു. എന്തൊക്കെ സംസാരിക്കാൻ കളിയാക്കോ കൂടുതൽ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും.
പക്ഷെ ഇൻ്റർവ്യൂ ഒക്കെ ശ്രദ്ധിക്കുമായിരുന്നു. എല്ലാ ഇൻ്റർവ്യൂവും കാണുകയൊക്കെ ചെയ്യും, സകല ഇൻ്റർവ്യൂ കാണും. നീലത്താമര കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊള്ളായിരുന്നു കേട്ടോ അഭിനയം അങ്ങനെയൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഞങ്ങളുടെ മോർണിംഗ് ഷോയുടെ സെറ്റുകൾ ഇങ്ങനെ മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വിഷ്ണു, നല്ല മനുഷ്യനാ. ആൻഡ് ഇപ്പൊ പറഞ്ഞാൽ എല്ലാം കാണും. ഇപ്പൊ ചേച്ചിയോട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചേച്ചി ചെയ്ത മറ്റേ ഗ്രേസ് വില്ലാനെ പറ്റിയിട്ടൊക്കെ ചിലപ്പോൾ പുള്ളി പറഞ്ഞു എന്ന് വരും. എല്ലാം അറിയാം, സകലതും അറിയാം. പക്ഷെ എന്നെയൊക്കെ എപ്പോഴും കളിയാക്കുക, അങ്ങനെ ഒരു ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിക്കുന്ന പരിപാടിയൊന്നുമില്ല. എങ്ങനെ അറിയാം നിങ്ങൾക്ക്, എങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഭീഷ്മപർവ്വത്തിന്റെ സമയത്ത് എനിക്ക് ഫോട്ടോ ഇല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ കൂടെ. അബുക്ക പറഞ്ഞു അതും എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്, മറ്റേ താടി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കും, പറഞ്ഞ് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാനും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകാനോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചമ്മി ഇങ്ങനെ പോവുക. അപ്പോൾ നമുക്ക് ഫോട്ടോ ഞാനും കൂടെ എടുത്തിട്ട് അപ്പോൾ അമ്മ ഇങ്ങനെ കാണിച്ചു ഇല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ തിരിച്ച് നടന്നു പോയി. അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് എടുത്തില്ലേ, ഞാൻ പറഞ്ഞില്ല നമുക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല, വാ ഞാൻ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞില്ല വേണ്ടെന്ന് പറഞ്ഞില്ലേ. എനിക്ക് ഒരു സങ്കടമൊക്കെ വന്നു. അടുത്ത അമ്മയുടെ മീറ്റിങ്ങിന് ഇവാ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഒരു സെൽഫി എടുത്തു. എനിക്ക് ആ ഹാപ്പി സർദാറിൻ്റെ സിനിമയിലെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് എടുത്താണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അപ്പം തന്നെ ബാധുക്കെ പറഞ്ഞു വിട്ട് എന്താണ് പ്രശ്നം നോക്കാനൊക്കെ പറഞ്ഞത്. നമുക്കൊരു കാരണവരെ പോലെ നമുക്കൊരു വിഷമമൊക്കെ പറയാൻ പറ്റും. മോഹൻലാൽ, മമ്മൂട്ടി ഒരേ സമയം വലിയ താരങ്ങളാവുകയും വലിയ നടന്മാരാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇവർ രണ്ടുപേരും. ഇവർക്ക് ശേഷം ഈ ബൃഹത്താഖ്യാനങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ കാര്യം അത് ഇനി ആരിൽ റിപ്പീറ്റ് ആവും, അല്ലെങ്കിൽ ഇവർക്ക് ശേഷം അങ്ങനെ ഉണ്ടാവുമോ, അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഈ ഒരു കലാമേഖലയിലല്ല പലപ്പോഴും ഇങ്ങനെ രണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. പണ്ട് മുഹമ്മദ് റാഫിയാണോ കിഷോർ കുമാറിനെയാണോ ജീവിതകാലം മുഴുവൻ ആൾക്കാർ ചോദിച്ചോണ്ടിരുന്നത് ആരെയാണ് കൂടുതൽ ഇഷ്ടം, ലതാ മങ്കേഷ്കറിനെയാണോ ആശാ ഭോൺസ്ലെയാണോ കൂടുതൽ ഇഷ്ടം, മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ കൂടുതൽ ഇഷ്ടം, ഇങ്ങനെ എല്ലാ കാലത്തും രജനീകാന്തിനെയാണോ കമൽഹാസനെയാണോ ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാവുന്ന കലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന എന്നുവെച്ചാൽ MGR ആണോ ശിവജി ഗണേശനാണോ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ജീവിതകാലം മുഴുവൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമ ഈ ഒരു ഹീറോ മോഡിൽ നിന്നും മാറി ഇപ്പം ഫഹദിനെ പോലെ ഒരാൾ ഒക്കെ സിനിമയെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ നെഗറ്റീവ് റോളും ചെയ്യും, കഥാപാത്രങ്ങളിലേക്ക് മാറും. അപ്പം അങ്ങനെ ഒരു ഹീറോ മോഡ് പിടിക്കാൻ താല്പര്യമില്ലാത്തൊരു സിനിമ മാറിയത് കൊണ്ട് ഒരു താൽക്കാലികമായ ഫേസാണ്, പക്ഷേ ഇറ്റ് വിൽ കം ബാക്ക്. എപ്പോഴും ഇങ്ങനെ രണ്ടുപേരെ വെച്ചിട്ട് ആൾക്കാർക്ക് തർക്കിക്കാൻ ഇഷ്ടമാണ്. എല്ലാ ജീവിതകാലം മുഴുവനും ആൾക്കാരത് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രത്തിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടും, ഇറ്റ് ഓൾവേസ് കം ബാക്ക്. എല്ലാവർക്കും എല്ലാ കാര്യം ഇപ്പം ഒരു KPSC എഴുതുകയാണോ സുകുമാരി അമ്മയാണോ ഇഷ്ടം, എല്ലാ കാലത്തും ഇങ്ങനെ ഒരു ചോദ്യം, ശോഭനയാണോ ഉർവശിയാണോ ഇഷ്ടം, ഇത് എല്ലാ കാലത്തും ഇങ്ങനെ വരുമല്ലോ. അത് മനുഷ്യരുടെ ഒരു സംഭവമാണ്. ഇവരെ ഒന്നും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളെ അല്ല അല്ലേ, എല്ലാവരും വേറെ വേറെ ലെവലിലുള്ള ആൾക്കാരാണ്. ഒരാൾക്കുള്ള ക്വാളിറ്റി വേറൊരാൾക്കില്ല, വേറൊരാൾക്ക് നമ്മൾക്ക് ടേസ്റ്റിന് ഏത് ചേരുന്നു എന്നുള്ളതല്ലേ. പക്ഷെ അവിടെ ഇങ്ങനെ വൺ ഓഫ് ആയിട്ടുള്ള ആൾക്കാർ വരും. ജഗതി ചേട്ടൻ അതൊരു വൺ ഓഫ് ആണ്. ജഗതി ചേട്ടനാണോ വേറൊരാളോടോ നല്ലതെന്ന് ചോദിക്കാൻ വേറൊരാളില്ല, ഉണ്ടോ? മറ്റേപോലെ ചോദിക്കാം തിലകൻ ചേട്ടനാണോ നെടുപിടി വെടിച്ചേട്ടനാണോ ഇഷ്ടം എന്നൊക്കെ ആൾക്കാർ ചോദിക്കാം. ജഗതി ചേട്ടനാണോ വേറൊരാളാണോ ഇഷ്ടം എന്ന് ചോദിക്കാനായിട്ട് ഒരാളില്ല, ഉണ്ടോ? അതിനെ വെയിറ്റ് ചെയ്ത് നോക്കാൻ വേറൊരാളില്ല. ജഗതി ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ? പിന്നെ ഓട്ടോ ഇപ്പോഴും ഫേസ്ബുക്കിൽ ഓടുന്ന ക്ലിപ്പ് അല്ല അത്. ജഗതി ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിരുന്നു. എന്നൊരു വാക്ക് വെച്ചിട്ട് പല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു ഭയങ്കര രസമല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. ഭയങ്കര നല്ലതായിരുന്നു. ഒരു പെൺകുട്ടി ഒരുങ്ങുന്നത് കാണിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിരുന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. 1.25 മണിക്കൂർ ഇൻ്റർവ്യൂ ആണ്. അതിൻ്റെ ഒരു ക്ലിപ്പൊക്കെ അല്ലേ ഫേസ്ബുക്കിൽ ഓടുന്നത്. എൻ്റെ സിറ്റി എന്ന് പറഞ്ഞാൽ പണ്ടൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അന്ന് അത് എൻ്റെ ട്രിവാൻഡ്രം കോളത്തിൽ വന്നൊരു കാര്യമുണ്ട്. ഞാൻ സോഷ്യൽ വർക്കറല്ല, എനിക്ക് സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഡാഫോഡിൽസിൻ്റെ വർക്ക് ചെയ്യുന്ന കാര്യത്തെ പറ്റിയൊക്കെ എഴുതിയത്. ഭയങ്കര യാദർശികമായിട്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അമ്പി എന്നാണ് പേര്, ആക്ടറാണ്. അവനും ചേച്ചിയും തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റി അവൻ എന്നോട് പറഞ്ഞു. അവനെ ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. സ്പോൺസർ എന്നൊന്നും എനിക്ക് അവനെ പറയാൻ പറ്റില്ല, കുറച്ച് വേറെ വാക്കാണ്. പക്ഷേ അവന് എന്തൊരു സ്നേഹമെന്ന് അറിയോ ചേച്ചിയുടെ അടുത്ത്. അമ്പിയുടെ കഥ പറയുകയാണെങ്കിൽ ഞങ്ങൾ നാടക സംഘത്തിൽ ഞങ്ങളെല്ലാം വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു വാമപ്പിന് വേണ്ടി എല്ലാവരും കൂടെ വോളിബോൾ കളിക്കും, എല്ലാ ആക്ടേഴ്സും ഡയറക്ടർ എല്ലാവരും കൂടെ കളിക്കും. അപ്പോൾ ഈ അന്നൊരു വർക്ക്ഷോപ്പ് ഉണ്ട് പിറ്റേ ദിവസം. അപ്പോൾ ഒരു പയ്യനിങ്ങനെ ഒരു മുണ്ടൊക്കെ കൊടുത്ത് ഒരു പയ്യനിങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കി. ഞാൻ ചോദിച്ചു എന്തുവാടെ പേരെന്ന് പറഞ്ഞു. പ്രദീപ് എന്നാന്ന് പറഞ്ഞു.
അതവിടെ വെച്ചിട്ട് നീ പിന്നെ കളിക്കാൻ കയറുന്നു പറഞ്ഞു. അപ്പം തന്നെ ബാഗ് അവിടെ വെച്ചിട്ട് മുണ്ട് പടക്കി കുത്തി ഞങ്ങളുടെ അവിടെ കളിക്കാൻ കയറി. നല്ല രസമായിട്ട് കളിക്കുന്നത്, നല്ല രസമായിട്ട് ടീമിലൊക്കെ ചേർന്നു. ഒരു 10 കഴിഞ്ഞ് ഞാൻ നീ ഇനി പോണ്ട ഇവിടെ നില്ലെന്ന് പറഞ്ഞു. ശരിയായി ചെയ്തു. പിന്നെ അവൻ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് പോയേ ഇല്ല, അവനവിടെ നിന്നു. ആ നാടകസംഘത്തിൻ്റെ ഭാഗമായി. നരിപ്പറ്റ രാജുവിൻ്റെ കത്തും കൊണ്ടാണ് വരുന്നതെന്ന് പോലും എനിക്കറിയാതെ ഒരു പയ്യൻ ഇങ്ങനെ കയറി വരുവാണ്. അപ്പം ഞാൻ നരിപ്പറ്റ രാജുവിൻ്റെ കത്തൊക്കെ പിന്നെ കാണിക്കുന്നു, രാജുഭാഷ പറഞ്ഞിട്ട് വരികയാണ് വർക്ക്ഷോപ്പിനെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്. ഞാൻ ഈ കളിച്ചോണ്ടിരിക്കുമ്പോൾ എവിടെ നീ പോണ്ട കേട്ടോ, നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. ശരി ചേച്ചി. അങ്ങനെ അവൻ ആ നാടകസംഘത്തിൻ്റെ ഭാഗമാവുകയാണ് 2016 വരെ. അപ്പോൾ നാടകസംഘത്തിൽ മിടുക്കനാണ് എല്ലാവരും. 4 നാടകത്തിൻ്റെ സ്റ്റേജ് മാനേജറാവുന്നു. അമ്പിക്കില്ലാത്ത സ്കില്ലൊന്നുമില്ല, ഭയങ്കര സ്കിൽഡാണ് ആ കുട്ടി. ആർട്ട് ചെയ്യും, പെയിൻറ്റ് ചെയ്യും, കാർപ്പൻറ്റർ ഒരു കസേര പണിതുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. 4 നാടകത്തിൻ്റെയും സ്റ്റേജ് മാനേജറായിരുന്നു. ഭയങ്കര പെർഫെക്ഷനിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ഒരു പയ്യനാണ്. ഐസ് കെട്ടി പെയിൻ്റ് അടിക്കുമെന്ന് പറയില്ല, അതുപോലെ ജോലി എടുക്കുന്നൊരു പയ്യനാണ്. അത് കഴിഞ്ഞ് അഭിനയിൽ ചെറിയ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഇവനെ എന്ത് ചെയ്യും, അവനോട് നിൽക്കാൻ പറഞ്ഞല്ലേ. അപ്പോഴത്തേക്ക് ജ്യോതിഷം പറഞ്ഞു ഇവനെ എന്തെങ്കിലും പഠിപ്പിക്കണം, അവൻ മിടുക്കനാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നീനാസത്തിൽ പോയി പഠിക്കട്ടെ എന്നുവെച്ചാൽ അമ്പിയുടെ സ്കില്ല് അങ്ങനെ കളയാൻ പറ്റത്തില്ല, അവൻ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ നീനാസ്തി വിട്ടു, അവൻ പഠിച്ചു. അവിടെ ഞാൻ പഠിപ്പിച്ചു എന്നൊന്നും പറയില്ല, ഞാനവനെ ആ സമയത്ത് ഫീസ് കൊടുക്കാനുള്ള പൈസ കൊടുത്തു, അവൻ തന്നെ പഠിച്ചത്. അവൻ മിടുക്കനായതുകൊണ്ട് അവൻ പഠിച്ചു. കന്നഡ ഒക്കെ പഠിച്ച് റെപ്പട്രിയിലൊക്കെ കിട്ടി അവന്. പക്ഷേ ഇപ്പോഴും സിനിമയിലുണ്ട്, 18-ാം പടിയിൽ അഭിനയിച്ചു. കുറച്ച് സിനിമകളൊക്കെ ആയിട്ടുള്ളൂ. അമ്പിയുടെ സ്കില്ലൊന്നും പുറത്ത് വന്നിട്ടില്ല. എന്നെങ്കിലും ഒരു കാലത്ത് അമ്പി നല്ല രീതിയിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. ഒരുപാട് പ്രാർത്ഥിക്കുന്ന അമ്പിക്ക് വേണ്ടി എനിക്ക് എപ്പോഴും മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്. അതിൽ മൂറും അതുപോലെ ഒരാളാണ്. മൂറിനെയും ഇതുപോലെ 18-ാം പടിയിൽ ശങ്കരനോട് ഞാനാണ് പറഞ്ഞത് ഇങ്ങനെ പയ്യനുണ്ടെന്ന് ട്രൈ ചെയ്യാൻ. അപ്പോൾ അവന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമാണ്. ഇപ്പം മൂറിൻ്റെ കൂടെ ഒരു തമിഴ് പടം ചെയ്തു ഞാൻ. അപ്പം നമ്മുടെ മക്കളൊക്കെ നാടകത്തിലൊക്കെ ഉള്ള പിള്ളേർ, അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ട് വിഷ്ണു. കമ്മിറ്റ്മെന്റ് എന്നുള്ളത് അതിങ്ങനെയൊക്കെ കാണിക്കണ്ടേ, അല്ലാതെ ഇങ്ങനെ ആക്ടിവിസം എന്നുള്ളതിന് ഇങ്ങനെയും ഒരു രൂപമുണ്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ ഭാഗവ വിളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് മതി. ഒരുപാട് പേരുടെ ഒന്നും നമുക്ക് നടക്കില്ല. അല്ല, അവനോട് ഞാൻ അന്നവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് അല്ലേ അത്. അവനിനി ഇത് ഇവിടെ കഴിഞ്ഞു കേട്ടോ, ഇത് ദീപയ്ക്കോ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ അവൻ്റെ സ്കില്ല് അത്രയ്ക്കും വളർന്നു. അവന് വന്ന പയ്യനേ അല്ല, എക്സെപ്ഷണൽ. അതും അവൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. അവനവിടെ നിന്ന് തണുപ്പത്തും ഇതിലും ജോലി ചെയ്ത് വെളുപ്പംകാലത്ത് 4 മണിക്ക് വേണ്ടി നേരിട്ട് കോസ്റ്റ്യൂം മുഴുവനും കഴുകിയിട്ട് ആ മുഴുവൻ പേരുടെയും കാര്യങ്ങളും നോക്കി, അതിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് സാധനം വാങ്ങിക്കാൻ പോകുന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നാടകത്തിന് വേണ്ടി ചലഞ്ചിങ്ങാണ്. 4 നാടകം സമ്മർ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ്ങാണ്. അമ്പി ഒറ്റയ്ക്കായിരുന്നു നോക്കുന്നത്. അപ്പോൾ അത്രയും മിടുക്കനായ ഒരു പയ്യനെ നമുക്ക് അവൻ്റെ കൈ പിടിക്കണം എന്നുള്ളത് നമുക്ക് ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ അവനെ കൂടുതൽ പഠിപ്പിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം വന്നാണ് ചെയ്തത്. അവൻ്റെ ഒരു ടാലൻറ്റിനനുസരിച്ച് അവനെ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഭയങ്കരമായ സങ്കടം. അത് എന്തെങ്കിലും വരും. ആക്ടർമാർ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വല്ലാത്തൊരു നിസ്സഹായതയും കൂടി ഉണ്ടല്ലോ. കാരണം ഒരാളെ എഴുതി അയാളെ ചൂസ് ചെയ്യണമല്ലോ. ഇത് നമ്മൾക്ക് ഉണ്ടാകുന്നൊരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഭയങ്കര വലുതല്ലേ. ചേച്ചി അതെങ്ങനെയാണ് നോക്കുന്നത്? അമിതമായ പ്രതീക്ഷയുള്ള ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഒരുപാട് കൊതിയുള്ള ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസൈൻ ചെയ്യാതെ വന്നതാണ്. നാടകം പോലും എൻ്റെ ജീവിതത്തിൽ ഡിസൈൻ ചെയ്യാതെ വന്നതാണ് അല്ലേ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതിന് മുകളിലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം മുറ എന്ന് പറഞ്ഞൊരു സിനിമ, ചിയാൻ വിക്രമിൻ്റെ കൂടെ വീരധീരശൂരൻ, നാളെ എന്താണ് ടക് ജഗദീഷിൽ നാനികാരവിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക. എൻ്റെ ലൈഫിൽ ഞാൻ ചൂസ് ചെയ്യുന്നതിനെക്കാട്ടി മുകളിലാണ് എനിക്ക് എന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ ചില ആക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ എന്നെ എനിക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല, അങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എൻ്റെ മാജിക് എന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കും. പിന്നെ അത് വിട്ടുകളയും. എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഉത്തരം. ആകെ എനിക്കറിയാവുന്നത് നമ്മുടെ ജോലിയെ നമ്മൾ കൂടുതൽ സന്തോഷത്തോടെ, ഉത്തരവാദിത്തോടെ, ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് മനസ്സിനെ സജ്ജമാക്കി വെക്കുക. പരാതികളൊന്നും ഇല്ലാതെ. നമ്മൾ തുടങ്ങിയ പാഷനിൽ തുടങ്ങിയല്ല, ആ ഉത്സാഹത്തോടെ ചെയ്യാനുള്ള മനസ്സിനെ ഇങ്ങനെ സജ്ജമായിട്ട് വെക്കുക. ഒരു സ്ക്രിപ്റ്റ് കൈ കിട്ടുമ്പോൾ നമുക്ക് ആ എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, പതഞ്ഞു പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. ഒരു സ്ക്രിപ്റ്റ് കിട്ടി, അഭിനയിക്കാം, നാളെ ഷൂട്ടുണ്ട്. അപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേക്കണം എന്നല്ല, 3 മണിയാകുമ്പോഴേ നമ്മൾ പണ്ട് പിക്നിക്ക് സ്കൂളിൽ നിന്ന് റെഡി ആവില്ലേ. പിക്നിക്കിന് പോകുന്നതിൻ്റെ തലേന്ന് ഉറക്കമില്ലല്ലോ ആർക്കും. രാത്രി പിറ്റേ ദിവസം എക്സ്കേർഷന് പോകണമെന്ന് പറഞ്ഞിട്ട് ആരും ഉറങ്ങില്ല. ഞാനൊന്നും ഉറങ്ങില്ലായിരുന്നു. ഇങ്ങനെ രാവിലെ എഴുന്നേക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കും. അതേപോലെയാണ് എനിക്കിപ്പോഴും ഷൂട്ടിന് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ
ആ എക്സ്കർഷന് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഷൂട്ട് 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 അങ്ങനെ ഒരു അവിടെ ചെന്ന് വഴക്കായാൽ പോയി, അല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഷൂട്ട് പോയി. അവിടെ എനിക്ക് ഒരു അപ്പോൾ ചിലരൊക്കെ വന്ന് പറയും, ചേച്ചി രാവിലെ വന്നതാണ് ചേച്ചി, ഷോട്ടിന് വിളിച്ചിട്ടില്ല, ഉച്ചയായിപ്പോയി എന്നൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ വന്ന് പറയും, ചേച്ചി വിളിച്ചിട്ടില്ല ഒന്നും വിചാരിക്കില്ല. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, നിങ്ങൾ എവിടെ എന്നെ ഈ സെറ്റിൽ നിന്ന് പറഞ്ഞു വിടാതിരുന്നത്, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് ഒരു പരാതിയില്ല, എന്നെ ഇവിടെ ഇരുത്തിയോണ്ടൊന്നും ഒരു പ്രശ്നവും എനിക്കില്ല എന്ന്. അത്രയ്ക്ക് കൊതിയാ. നാട്ടുകാർ പറയോ ഇവരുടെ കൊതി കാരണം ഞങ്ങളാണല്ലോ സഹിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും കമൻറ്റിൻ്റെ അടിയിൽ കാണും. ഇന്ന് വീരധീര ശൂരൻ്റെ ഉണ്ടായിരുന്നു, നിങ്ങൾ മാത്രം ആ സിനിമയെ കൊള്ളൂലായിരുന്നു, മുറയിൽ നിങ്ങൾ മാത്രം ഈ സിനിമയെ കൊള്ളൂലായിരുന്നു, ഇങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് വരും ഫേസ്ബുക്കിൽ. ആളിത് കാണുന്നുണ്ടെങ്കിൽ ഇവരെ കാരണം ഞാൻ സഹിക്കും. ഈ നെഗറ്റിവിറ്റി എങ്ങനെയാ ഇഗ്നോർ ചെയ്യണേ? കൊള്ളില്ലേ? നല്ല വേദന എടുക്കുന്ന സംഭവങ്ങൾ ആളുകൾ ഫേസ്ബുക്കിൽ എഴുതില്ലേ കമൻസ് ആയിട്ട്? അവരുടെ മാനസികാവസ്ഥയല്ലേ, നമ്മളുമായിട്ട് ബന്ധമില്ലല്ലോ. എനിക്ക് അതൊന്നും പാവം തോന്നും. ഒന്നാമത് എന്തിനാണ് അവർ ഇപ്പം പലപ്പോഴും ഞാൻ ഈ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് എന്താ മോനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ചേച്ചി എന്നോട് മിണ്ടിയോ അടുത്ത കമൻറ്റ്, എൻ്റെ അടുത്ത് ആദ്യമായിട്ടോ ഒരു സെലിബ്രിറ്റി മിണ്ടുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളെ ഞാൻ സെലിബ്രിറ്റി ആയിട്ട് മിണ്ടിയതല്ല കേട്ടോ, ഞാൻ സാധാരണക്കാരിയാണ് നമ്മൾ. അപ്പോൾ അവരുടെ പ്രശ്നം തീർന്നു. ചിലപ്പോൾ എന്നെക്കാട്ടി ടാലൻ്റ് ഉള്ള ഒരാളായിരിക്കും ആ കമൻറ്റ് ഇട്ടേക്കുന്നത്, അയാൾക്കൊന്നും എവിടെ എത്താൻ പറ്റി കാണില്ല. അങ്ങനെ ആയിരിക്കും നമ്മൾ അവരെ നെഗറ്റീവായിട്ട് കാണും, ഫ്രസ്ട്രേഷനും സങ്കടവും ഒക്കെ കാണും. അവർ ചിലപ്പം ഭയങ്കര സ്കൂളിൽ ഭയങ്കര മിടുക്കരായിട്ട് ഡ്രാമ ചെയ്തിട്ടുള്ള എല്ലാവരെക്കാട്ടി കഴിവുണ്ടായിരുന്ന ഒരു പയ്യനായിരിക്കും, ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് വല്ല സൗദി അറേബ്യ കിടക്കുകയായിരിക്കും ജോലിയും ചെയ്തുകൊണ്ട്. അയാളായിരിക്കും ചിലപ്പോൾ നമ്മളെ ചീത്ത പറയുന്നത്. നമുക്കറിയാമോ അവരുടെ കാലം, അവരെന്താണെന്ന്, അവരാരാണെന്ന്. നമ്മളവരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫേക്ക് പ്രൊഫൈലായിട്ട് കാണുന്നു. അവരെ ഫേക്ക് പ്രൊഫൈലിൽ നിൽക്കാനുള്ള അവരുടെ സാഹചര്യം, അവർ നമ്മളെ ചീത്ത പറയാനുള്ള അവരുടെ മാനസികാവസ്ഥ, അവരുടെ സങ്കടം നമുക്കറിയോ. ചിലപ്പോൾ അവരുടെ ഭാര്യ അവരെ ചതിച്ചു കാണും, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് കാമുകനും അവരെ ചതിച്ചു കാണും. അവരെ ആരും ഇല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം വരും. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളാണ്. നമുക്കവരെ അറിയാമോ? നമ്മളെന്തിനാ അവരെ കുറ്റം പറയുന്നത്? അവർക്ക് അവരുടേതായ ഒരുപാട് വിഷമത്തിൽ നിന്നേ ആൾക്കാർ ചീത്ത പറയുള്ളൂ. സങ്കടത്തിൽ നിന്ന് മാത്രമേ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വേറൊരാളെ ചീത്ത പറയൂ, അല്ലാതെ പറയില്ല. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇവർക്ക് എന്തോ വിഷമമുണ്ട്, അവർക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റില്ല, അവരെന്തുകൊണ്ട് കഷ്ടമാണ്, അവർക്ക് ഫേക്ക് പ്രൊഫൈലിനകത്ത് നിന്ന് ഒരാളെ തെറി പറയേണ്ട ഒരു മാനസികാവസ്ഥയും ഗതികേടും അവർക്ക് വന്നിരിക്കുകയല്ലേ. അപ്പോൾ അവർ ആഗ്രഹിച്ചൊന്നും അവർക്ക് ആവാൻ പറ്റിയില്ല, അവരുടെ മുഖം പോലും അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല. നമ്മളവരോട് സഹതപിക്കുക, ദൈവമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നല്ലത് വരട്ടെ, അവരുടെ വിഷമങ്ങൾ മാറട്ടെ, അവരെ ആരും ചതിച്ചു കാണും, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുന്നു. അല്ലാതെ എന്നെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ ചിന്തിക്കില്ല. പിന്നെ ഫാമിലിയൊക്കെ പറയുമല്ലോ, എന്നെ മാത്രം ബാധിക്കാത്ത കാര്യമാകുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരും. കാരണം ഞാനൊരു സിനിമ ഇപ്പോൾ വീരധീര ശൂരിൽ നിങ്ങൾ മോശമായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ നാക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അരുൺ സാറിനെ പോലെ ഒരാൾ ഓക്കെ പറഞ്ഞ ടേക്കാ, ഞാൻ കൊള്ളാമോ കൊള്ളൂലേ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. അരുൺ സാറിനെ പോലെ ഒരാൾ ഓക്കെ എന്ന് പറഞ്ഞ ടേക്കാണത്. സാറ് ഓക്കെ എന്ന് പറയൂല. അല്ലെങ്കിൽ മുസ്തഫയെ പോലെ ഒരാൾ, അമൽ നേരദിനെ പോലെ ഒരാൾ ഓക്കെ പറഞ്ഞ ടേക്കുകളൊക്കെയാണ് സിനിമയിൽ കാണുന്നത്. അത് വേറൊരാളൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞാൽ ഞാൻ അത് സീരിയസ് ആയിട്ട് എടുക്കുമോ? ഒരിക്കലും എടുക്കില്ല. കാരണം അവരുടെ സിനിമ അതിലെന്ത് വേണം എന്ന് അവർക്കേ അറിയാവൂ. അവർ ഓക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരാളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. ചില പൊട്ട സംവിധായകർ നമുക്കും അറിയാം ജഡ്ജ്മെൻറ്റ്, അപ്പോൾ അവർ കൊള്ളൂലെന്ന് പറഞ്ഞാൽ നമ്മൾ ആണല്ലേ കൊള്ളൂലായിരുന്നല്ലേ ഇത് അങ്ങനെ നമ്മൾ പറയും, നമുക്ക് മനസ്സിലാവും. പക്ഷെ വീരധീര ശൂരൻ പോലെയൊക്കെ ഒരു ഗൗരവമുള്ള സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെ അഭിനയം കൊള്ളൂലായിരുന്നു പറഞ്ഞാൽ നമ്മൾ എന്ത് ചേച്ചിനെ കൂടുതൽ ഭയപ്പെടുത്തണം? മോശം സ്ക്രിപ്റ്റ് അതാ മോശം സംവിധായകനാണ്? മോശം സംവിധായകൻ. മോശം സംവിധായകൻ. നല്ല സംവിധായകൻ മോശം സ്ക്രിപ്റ്റിൽ എങ്ങനെയെങ്കിലും വലിച്ചപ്പുറത്തിടും. നല്ല സംവിധായകർ അല്ലെങ്കിൽ ഇപ്പം ഞാൻ നടുക്കടലിലാണല്ലോ ദൈവമേ പെട്ടതെന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? പിന്നെ എന്താ എന്നിട്ട് അവരോട് പറയാ? ഞാനൊരു സിനിമയിൽ നിന്ന് പോന്നിട്ടുണ്ട്, ഇറങ്ങി ഞങ്ങൾ 2 രൂപ കൂട്ടിക്കൊണ്ട് വർക്കാവാതെ ഞാൻ സിനിമയിൽ നിന്ന് പോന്നിട്ടുണ്ട്. 3-ാമത്തെ ദിവസം വർക്കാവുന്നില്ല എന്ന് പരസ്പരം മനസ്സിലായിട്ട് തീരെ നിർത്തിലേ പോവും. എന്നുവെച്ചാൽ നമ്മളങ്ങനെ അവിടെ കയറി തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊക്കെ കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടേ അതൊന്നും ശ്രദ്ധിക്കാതെ അഭിനയിക്കാൻ എനിക്കറിയാം. ഇപ്പം നമ്മുടെ ജോലി മാത്രം ചെയ്യുക, തിരിച്ചു പോരുക. അതെന്നെ പഠിപ്പിച്ച സീമ ചേച്ചിയാണ്. ഏത് പടം? മാര. ഓക്കെ ഓക്കെ. ആ സിനിമ നല്ലതായിരുന്നു. അതിന് ആ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ എന്തോ ഒരു കോൺവെർസേഷൻ, ചേച്ചി ആ സിനിമയിൽ ഒരു ബസ്സിൻ്റെ സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ആക്ടർ ഉണ്ടായിരുന്നു, അവർക്ക് വെള്ളം വേണമായിരുന്നു.
പിന്നെ വേറെ എന്തോന്നോ ആർട്ടിലെ ഒരു സാധനം മറിഞ്ഞു വീണ് കിടന്നു. അപ്പം ഞാൻ ഈ സാധനം മറിഞ്ഞു വീണേന്ന് പറഞ്ഞ് താഴെ കൊണ്ടുപോയി ആർട്ടുകാർക്ക് കൊടുത്തു. ഈ സാധനം മറിഞ്ഞു വീണു, നാടകക്കാരിയാണല്ലോ. ഈ കുട്ടിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്ത് പോയി വെള്ളം വാങ്ങിച്ചോണ്ട് കൊടുത്തു. അപ്പോഴൊക്കെ എന്നെ ഇങ്ങനെ സിംസിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരുടെ കാര്യവും അന്വേഷിക്കുന്നു, എല്ലാവരുടെയും കാര്യത്തിന്. സിംസിച്ച് ഇടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എന്നോട് കാരവനിൽ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കാരവനിൽ പോയി. എന്താ ചേച്ചി നിനക്ക് എന്നെ നീ ഏതൊക്കെ വന്ന പാത്ത് വള്ളു പറഞ്ഞ് അവരവൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് അഭിനയിച്ചോണം. നിൻ്റെ റോൾ ആ കോൺസെൻട്രേഷൻ പോകും നിനക്ക് അഭിനയിക്കുമ്പോൾ. അത് മാത്രം ചേച്ചിയൊക്കെ മിണ്ടൂല, ഫോക്കസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കാം, പണി ചെയ്യാൻ തിരിച്ചു അത് മാത്രം ചെയ്യാനാണ് വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ്. എന്നുവെച്ചാൽ ശരിയാണ്, നമ്മൾ ചെതറിപ്പോകാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിച്ച് ഈ കാര്യം ശ്രദ്ധിച്ച് അവരുടെ കാര്യം ശ്രദ്ധിച്ച് ഒരു സാധനം വീണുപോയി അത് എടുത്തുകൊണ്ട് നടന്ന് അഭിനയിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടർ മാത്രം മിണ്ടാതിരുന്ന് ഫോക്കസ് ചെയ്ത് അഭിനയിച്ചിട്ട് തിരിച്ചു പോകാൻ പഠിക്കണ്ടേ. സീനിയേഴ്സിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നീലത്താമര അഭിനയിച്ചതുകൊണ്ട് MT സാറുടെ ഓർമ്മയിൽ പെട്ടു എന്നുള്ളത് വലിയൊരു അംഗീകാരമാണ്. കുഞ്ഞുമാളവ് നേരത്തെ അവസാനം വരെയും വിളിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞുമാളവിൻ്റെ സ്തോഭം എനിക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. ലാൽജോ സാറും പറഞ്ഞത് അങ്ങനെ, സാറിനോടും പറഞ്ഞെന്ന് പറഞ്ഞു. അവസാനം വരെ കുഞ്ഞുമാളവ് നേരത്തെ വിളിക്കുന്നത്. ഹേ ഫെസ്റ്റിവലിന് ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവിടെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു എൻ്റെ കുഞ്ഞുമാള് വിളിച്ചോണ്ടേ വന്നു എന്നൊക്കെ. വലിയ ഭാഗ്യം. ശാരദാമ്മേനെ കണ്ടപ്പോൾ വലിയ നടിയാണ്. ഞാൻ നീലത്താമരെ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അവരാണെങ്കിൽ ഒരു തൊഴിലൊക്കെ ഞാൻ അയ്യോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. ജയപ്രഭ എന്ന് പറഞ്ഞൊരു പോയിട്ടുണ്ട് തെലുഗു. അവരെയും ഇപ്പോഴും ഞാനൊരു ഭയങ്കര കൂട്ടാണ്. എല്ലാ ദിവസവും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വരും അവരുടെ. പിന്നെ ഫാം എന്തെങ്കിലുമൊക്കെ പ്രത്യേകതരം നെയ്ത്തിൻ്റെയൊക്കെ പുതിയ സാരിയൊക്കെ കൊടുത്ത് അവരിങ്ങനെ ഒരുപാട് ഫാമേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എനിക്ക് അയച്ചു തരും. അവരെഴുതും, നന്നായിട്ട് എഴുതും, ഭയങ്കര പൊളിറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ കുറിപ്പുകളൊക്കെ എഴുതി തരും. ഇപ്പോൾ ഒരു US പൊരിക്കുക മോനെ കാണാനായിട്ട്, മക്കളെ കാണാനായിട്ട്. ഇപ്പോഴും ഭയങ്കര കൂട്ടാണ്. അതാണ് അത് ഞാൻ ഞെട്ടിപ്പോയി. ഇവരെ ശശിഭൂഷൺ സാറ് പറഞ്ഞിട്ടാണ് ഇത് പറയാൻ പോകുന്നത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ചൈത്രം ഹോട്ടലിൽ പോയി അപ്പോൾ ഇവർക്ക് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചെന്നിങ്ങനെ അവരുടെ റൂമിന് വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് പിന്നെ ആരോ വന്ന് പറഞ്ഞ് അകത്ത് വിളിക്കുന്നത്. അപ്പോൾ തൊട്ടിപ്പുറത്തെ റൂമിൽ നിന്ന് MT സാർ ഇങ്ങനെ കൈ കാണിച്ചു. അയാൾ വന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ സാർ ഇങ്ങനെ കൈ കാണിച്ചു. എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ജയപ്രഭ മാമിന് അമ്പലത്തിൽ പോകണം. വാ ഷീസ് ജയപ്രഭ പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് ജയപ്രഭ മാമിനെ എന്നെ പരിചയപ്പെടുത്തി. ഷീസ് പാർവതി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെയൊക്കെ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് തമാശകളൊക്കെ ആയി, സംസാരമൊക്കെ ഇരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞ് ഇറങ്ങട്ടെ എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ വർത്തമാനം ജയപ്രഭ മാം വാസു ത്രോവേ യോ ബീഡി ഇത്. അപ്പം ഞാൻ ത്രോവേ വാസു നമ്മളയ്യോ സാറാണെങ്കിൽ എന്നെ നോക്കുന്നത് അയ്യോ ചെറിയ ചമ്പലായില്ലേ എന്നൊരു സംശയം. അത് കഴിഞ്ഞ് ആര്യനിവാസിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ചൈത്രത്തിൽ കൊണ്ടാക്കി അമ്പലത്തിൽ പോയിട്ട് അതൊക്കെ നല്ല ഓർമ്മയാണ്. അപ്പം ഇച്ചിരി നേരമാണെങ്കിലും അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയുടെ ഒരു ഇത് മലയാള ഭാഷ നമ്മളും ഉപയോഗിക്കുന്നല്ലോ എന്ന് നമുക്ക് തോന്നും അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കും. ആളൊരു വട്ടം പ്രസംഗിച്ചപ്പം പറഞ്ഞാണ്, ഇപ്പം ഭാഷ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലാക്കിയിട്ട് റിട്ടേൺ ചെയ്യുന്ന പ്രത്യയങ്ങളുടെ സഹായത്തിലാണ് നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുന്നത്, അത് മാറണമെന്ന്. ഞാൻ നല്ല ഭാഷ സുകുമാർ അഴീക്കോട് സാറ്, സാനു മാഷ്, MT സാറൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ അച്ഛൻ മൈലാരാമവർമ്മ ട്രസ്റ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ അടുത്ത് പരിചയപ്പെടാനും N കൃഷ്ണപിള്ള സാറ് വിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാധവിക്കുട്ടി അടുത്ത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. മാധവിക്കുട്ടി നല്ല പരിചയമായിരുന്നു എനിക്ക്. അപ്പോൾ സംസാരിക്കുന്നതേ ഭാഷ ഉപയോഗിക്കുന്ന രീതിയുണ്ടല്ലോ എന്തൊരു ശുദ്ധിയാണ്. ഇതേ കാര്യം നമ്മളും ഉപയോഗിക്കുന്നു മലയാളം എന്നും പേരിൽ. സുകുമാരടിക്കൂടെ എന്തോ ആരെക്കുറിച്ച് ഇങ്ങനെ എന്തൊരു ദുരാഗ്രഹമാണ് എന്നിങ്ങനെ പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ നമ്മളെപ്പോഴും പറയുമോ ആ വാക്ക് ദുരാഗ്രഹമാണ് പറയുമ്പോഴേ ഒരു വേറെ തരം വാക്കുകൾ പറയും. എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇമ്പമായിരിക്കും. ആ വരിക്കകത്ത് നമ്മൾ പറയുമ്പോൾ എന്തോ പോലെ നമ്മൾ പറയും തമിഴ് ഭയങ്കര ലിറിക്കലാണ്. നന്നായിട്ട് പറയാൻ അറിയാവുന്നവർ സംസാരിക്കുന്നതായിട്ട് അത് ലിറിക്കലാണ്. ബി ആർ പ്രസാദ് ഒഴുകും. ഇതൊരു ശുദ്ധിയായിരുന്നു സംസാരിക്കുന്നതിന് പ്രസാദ്. ഭയങ്കര അറിവും അറിയുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങറ്റം വരെ. ഈ രാഗങ്ങളൊന്നും പാട്ടുകാർക്ക് അത്ര അറിയണ്ടോന്ന് അറിയണ്ടാവില്ല. ഇല്ല, പ്രസാദിനെ ഒരു ഇതിനെ വിളിച്ചല്ലോ, അവർ മാറി 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 രാഗം പാടിക്കൊണ്ടിരുന്ന് പ്രസാദ് പേര് പറഞ്ഞുകൊണ്ടേയിരുന്നു. കൈതപ്രത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് ഏഷ്യാനെറ്റ്. അതിൻ്റെ പ്രത്യേകതകളും എല്ലാം പാടത്തില്ല പ്രസാദ്. അതെ, പാടില്ല. നാടകം, സാഹിത്യം, കഥകളി,
ഫോക്ലോർ, ഏത് മേഖലയും. പ്രസാദിൻ്റെയൊക്കെ ഒരുപാട് നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഒക്കെ വെറുതെ ഇരുന്ന് ഒന്നും ചെയ്തില്ല. 2-3 മാസം മുമ്പ് ഞാൻ വീട്ടിൽ പോയപ്പോൾ സ്ക്രിപ്റ്റുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഓരോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളാണ്. ഏഷ്യാനെറ്റിലെ ഒരു ഘട്ടം, തുടക്കത്തിൽ ശശികുമാർ സാറൊക്കെ ഉണ്ടായിരുന്ന കാലത്തിലെ ഒരു ഘട്ടം. ഇപ്പോഴും ആ ആൾക്കാരുമൊക്കെ ആയിട്ട് ഭയങ്കര സൗഹൃദമാണ്. നിർമ്മലയും രാജലക്ഷ്മിയും റജിയും, അന്ന് ഏഷ്യാനെറ്റ് ഉണ്ടായ ശരത് സാറും, ആ ഒരു എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ലൈബ്രറിയിലുണ്ടായിരുന്ന നിർമ്മല, റജി, രാജലക്ഷ്മി, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ശശിയേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞ് കൈരളിയും തുടക്കകാലമാണല്ലോ, അതും വേറൊരു നല്ല പീരീഡായിരുന്നു. ഈ ശ്രീകാന്തും പാലിയും ഒക്കെ ഉള്ള വേറൊരു കാലഘട്ടം. സൂര്യ ടി വിയിലും ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ദൂരദർശൻ, അങ്ങനെ പല പല മേഖലകളിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പഠിത്തം ഇപ്പം ഓരോന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നല്ലോ, അതെവിടുന്ന ഫയർ വന്ന് LLB ജോയിൻ ചെയ്യാം എന്നൊക്കെ? നമ്മൾ ഏതെങ്കിലും തരത്തിൽ മെൻ്റലി ഡൗൺ ആകുമ്പോൾ നമ്മൾ പഠിച്ചാൽ മതി, നമ്മൾ തിരിച്ച് കയറി വരും. കൈരളിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്ന ഒരു മോശം പീരീഡാണ് മോനെ. കൈരളിയിൽ പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ക്രഞ്ച് വന്നിട്ട് കുറേ എന്ന് വെച്ചാൽ ഇങ്ങനെ അവർ ഒരു അബ്രപ്റ്റായിട്ടാണ് ശമ്പളം നിന്ന് പോയത്. പിന്നെ എൻ്റെ മോനൊരു ഫിക്സൊക്കെ വന്നിട്ടുള്ളൊരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര എക്സ്പെൻസും പരിപാടിയൊക്കെ ആയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ശമ്പളം നിന്നുപോയി. അപ്പോൾ അടുത്ത മാസം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിക്കുമല്ലോ, അടുത്ത മാസവും കിട്ടുന്നില്ല, അതിൻ്റെ അടുത്ത മാസം അതൊരു 6ാമത്തെ മാസം ആകുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥ, ഭയങ്കര മോശം അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി. കാരണം നമ്മൾ ഈ നിൽക്കക്കള്ളിയില്ലാതെ ഇന്ന് നമ്മൾ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. ജോലിക്ക് ചിലവുമുണ്ട്, ജോലി ചെയ്യാനായിട്ട് ചിലവിനും പോകണം. അപ്പം എനിക്കന്ന് ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്. ഞാനത് റിസൈൻ ചെയ്തിട്ട് കൈരളിയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഈ പൈസ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം എനിക്കന്ന് 13,000 റുപ്പീസാണ് സാലറി. അപ്പോൾ അത് ഈ മാസം കിട്ടിയില്ല, ശരി, നമുക്ക് അടുത്ത മാസം ചിലവുണ്ടല്ലോ, റോൾ ചെയ്യുക. 3ാമത്തെ മാസം ആകുമ്പം 4ാമത്തെ മാസം ആകുമ്പം പെട്ടുപോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിപ്പോയി. എന്നുവെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നമ്മൾ വേറെ എന്തെങ്കിലും തരത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസയും തീരും, ചിലവും ഉണ്ട്, കാര്യങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഒരു ക്രഞ്ചിലോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജീവൻ ടി വിയിൽ ആ സമയത്ത് സനൽ അവിടെ ജോയിൻ ചെയ്തിട്ട് എന്നെ അവിടെ ഇട്ട് ഷോ ചെയ്യാൻ വിളിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് മമ്മൂക്കടുത്തൊക്കെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി. എന്നുവെച്ചാൽ ഷോ ഒക്കെ ഭയങ്കര മോശമായിട്ട് പോകുന്നുണ്ട്, ശുഭദിനം ചെയ്യുന്ന രീതി ശരിയല്ല, പ്രൊമോഷന് വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഇട്ട് എനിക്ക് അവിടെ റിസൈൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് റിസൈൻ ചെയ്ത് ഇവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 2 ഷോ ചെയ്യും. അപ്പോൾ അന്നെന്തോ മാനേജ്മെൻറ്റ് മാറുന്ന ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റ് മാറുക. അപ്പോൾ 2 ഷോ, അമ്മ നക്ഷത്രം എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരുപാട് ഹീറോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അമ്മമാരുടെ വെച്ചിട്ടൊരു ഷോയും, എന്നിട്ട് മദേഴ്സ് ഡേ എന്തായിരുന്നു, 2 ഷോ, ടോക്ക് ഷോ 2 ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും ഞാൻ പൈസ റോൾ ചെയ്ത് ആ 2 ഷോയും ചെയ്തു. സനലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത്. കാരണം സനൽ പറഞ്ഞു നമുക്കത് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം മാനേജ്മെൻറ്റ് മാറും, പുതിയ മാനേജ്മെൻറ്റ് വരും, പുതിയ ആൾ വന്നിട്ട് ചാർജ് എടുക്കും. അങ്ങനെ ഒരാഴ്ച നമ്മളവിടെ ജോയിൻ ചെയ്തു. സുരേഷ് മണിമല സാർ വന്ന് ജോയിൻ ചെയ്തു. ആ സമയത്ത് പുതിയ ഒരാൾ വരുവാണ് ഇതിൻ്റെ ചാർജുമായിട്ട്. ഇപ്പോൾ ഹൊറൈസണിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ പോയി. അപ്പോൾ സാലറി ഡിസ്കസ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സാലറി ഒന്നും നോ ബാർ, സാലറി ഒന്നും ആലോചിക്കുകയേ വേണ്ട, എത്ര രൂപ വേണമെങ്കിലും പറഞ്ഞു തരാം, പക്ഷെ സഹോദരിയായിട്ടൊന്നും കാണാൻ പറയരുതെന്ന്. ഞാൻ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വീട് വരെ നടന്നു, കരഞ്ഞുകൊണ്ട്, രാത്രി 9:30. ഞാൻ എൻ്റെ ഭൂമിയുടെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന പോലെ തോന്നി. ഒന്നുമില്ല, കൈരളിയും പോയി, ഈ ജോലിയും പോയി, പൈസയും പോയി, കടവും കയറി, എന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞു. ഇപ്പോൾ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ പൈസ വരും, പക്ഷേ ഞങ്ങളങ്ങനെ ചോദിച്ചിട്ടില്ല. അഭിമാനത്തിൻ്റെ എല്ലാം സതീശനുള്ള ഒരു റെസ്പെക്റ്റും കാര്യവും, സതീശനെ കല്യാണം കഴിച്ചാൽ അതങ്ങനെ. ഞാൻ വീട്ടിൽ വന്ന് നടന്ന് വരുന്നുണ്ട്, സതീശൻ കണ്ടപ്പോഴേ ചോദിച്ചു എന്ത് പറ്റി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി സതീശൻ, എല്ലാം പോയി, എല്ലാം ഭയങ്കര മോശം അവസ്ഥയാണ്. സതീശൻ പറഞ്ഞു നിങ്ങൾ ജോലിയൊക്കെ മതിയാക്കി വെച്ചേ, പൈസയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം, പൈസയൊക്കെ നമുക്ക് കടമൊക്കെ തീർക്കാം, നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക, ഒന്നും ചെയ്യേണ്ട നിങ്ങൾ. ഞാൻ മുറിക്കകത്ത് തന്നെ അങ്ങനെ ഇരുന്നു, മണ്ണും വെച്ചു, അല്ലാതിരുന്നപ്പോഴത്തേക്ക് സ്വാമിനാഥൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്വാമി ഇപ്പോഴും വീട്ടിൽ വന്നിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ട്യൂഷൻ സെൻ്ററുണ്ട് തിരുവനന്തപുരത്ത്, സന്തോഷ് സാറിൻ്റെ ട്യൂഷൻ സാറിൻ്റെ ക്ലാസ്സിൻ്റെ തമാശകൾ പറയും, ഭയങ്കര വിറ്റ, ചിരിച്ചു മരിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ട്യൂഷൻ സാറ് എനിക്ക് പഠിക്കാൻ പോകണമെന്ന് സന്തോഷ് സാറിൻ്റെ അടുത്ത്. അപ്പോൾ പറഞ്ഞ് ഞാനും ചേച്ചി നമുക്ക് LLB ഇത് ചേരാൻ സമയമായി, ചേച്ചി ചേരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ലോ അക്കാഡമിയിൽ അഡ്മിഷൻ വാങ്ങിച്ചു. സന്തോഷ് സാറിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്നു, സാറിൻ്റെ ട്യൂഷൻ കേൾക്കുമ്പോൾ പ്രധാന ജോലി. അപ്പോഴത്തേക്ക് സതീശൻ പറയും പൈസയുടെ കാര്യമേ നിങ്ങൾ മറന്നേക്കും, മുഴുവൻ കടം ഞാൻ തീർത്തോളാം, ഒന്നും നിങ്ങൾ അറിയേണ്ട, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യും.
നിങ്ങൾ സമാധാനമായിട്ടിരുന്നാൽ മതി. അങ്ങനെ ഞാൻ LLBക്ക് പോയി ജോയിൻ ചെയ്തു. കൃത്യമായിട്ട് 3 വർഷം ക്ലാസ്സൊക്കെ എടുത്ത് അപ്പോഴാണ് എനിക്ക് യോഗ ടീച്ചറിനെ കിട്ടുന്നത്. യോഗ ടീച്ചറിൻ്റെ അടുത്ത് പോയി യോഗ ചെയ്ത് വണ്ണമൊക്കെ കുറച്ച്. അപ്പോൾ യോഗ ടീച്ചർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, പാർവതി അടുത്തൊരു വർക്ക് വരുമ്പോൾ വേണ്ടാന്ന് പറയരുതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. ആ വന്ന വർക്കാണ് ലാൽ സാറിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഒരു ഫേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു അങ്ങനെ നമ്മൾ ഡിപ്പാവുന്ന സമയത്തെ പഠിച്ചാൽ മതി ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചു കയറി വരാൻ പറ്റും നമുക്ക്. ഞാൻ 3 വർഷവും കോഴ്സിന് പോയി പഠിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഞാൻ മൂട്ട്കോട്ടൊക്കെ എടുത്തിട്ട് ചിലപ്പം ലോ ആയിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. അഭിനയമൊന്നും മനസ്സിൽ പോലും ഇല്ലല്ലോ. വല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന്. ആ ജോലിയും കൂടെ ഞാൻ വേണ്ടാന്ന് വെക്കുകയല്ലേ. ഞാൻ കടലെടുത്ത് പോയി. ഞാൻ ഒരു നിമിഷം ആ പൈസയും പോയി, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വേണമെങ്കിൽ നിന്ന് സഹകരിക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ അല്ല അങ്ങനെ പറയുകയാണ് നമ്മുടെ അടുത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടില്ല. മീറ്റിംഗ് ഇല്ല, അല്ലാതെ ഓഫ് റെക്കോർഡ്. ഓഫ് റെക്കോർഡ് ബ്ലാങ്ക് ചെക്കാണെന്ന് ശമ്പളം. ഓക്കേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഞാൻ ഹൊറൈസണിന് വീട് വരെ ഇങ്ങനെ നടന്ന് കണ്ടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. എനിക്കൊന്നും ഓർമ്മയില്ല. പണ്ട് ഇതുപോലെ എക്സാം പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വിമൻസ് കോളേജിൽ നിന്ന് വീട് വരെ നടന്ന ഓർമ്മയുണ്ട്. അന്ന് പക്ഷേ തേക്കുപടത്തിപ്പോൾ അച്ഛനെ കണ്ട. അച്ഛൻ വന്ന് വണ്ടി നിർത്തി, നീ എന്തോ ഇങ്ങനെ നടക്കുന്നത്, വണ്ടി കയറുമെന്ന് പറഞ്ഞു. ഇതാരും വരാനില്ലായിരുന്നു. ഞാൻ വീട് വരെ നടന്നു. കാരണം എൻ്റെ ഒരു ഓട്ടോ വിളിക്കാൻ പോലും പൈസയും ഇല്ല, ഒന്നുമില്ല. ദാരിദ്ര്യം. കാരണം കടം. അതിനിടയ്ക്കൂടെ ഞാൻ ആർക്കൊക്കെ മാലവടയം വെച്ച് പൈസയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ദാനധർമ്മം വേറെ, അതും അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. അപ്പം പണയമൊക്കെ ഇരിക്കുന്നു, എൻ്റെ പണയമൊക്കെ ഇരിക്കുന്നത് കഴുതി കിടന്നതൊക്കെ പണയത്തിലാണ്. അന്ന് അജി സാറിന് ആർക്കും ഒരാൾക്ക് സ്കൂളിൽ മക്കൾക്ക് ഫീസ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പണയം വെച്ച് പൈസ കൊടുത്ത്. ആർക്കൊക്കെയാണ് കൊടുത്ത് എന്ന് വെച്ചാൽ എല്ലാം വിചാരിക്കുന്നത് ഇപ്പം അടുത്ത മാസം ശമ്പളം കിട്ടുന്നതാണല്ലോ. മോനെ അടുത്ത മാസം ശമ്പളം കിട്ടുന്നതാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഒരുപാട് നാളെ ശമ്പളം കിട്ടി തിരിച്ച് കൈലിയുടെ. പക്ഷെ ആ ഒരു പീരീഡ് ഭയങ്കര വിഷമമായിരുന്നു. ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ജീവിതം എങ്ങനെയുണ്ട്? അങ്ങനെ ഒരു ജീവിതം എനിക്ക് എന്തോന്ന് അറിയത്തില്ല. വല്ലപ്പോഴും നിങ്ങൾ വിളിക്കുമ്പോൾ മേക്കപ്പ് ഇട്ടിടോന്നിരിക്കണം, അല്ലാതെ സെലിബ്രിറ്റി ഒന്നും അല്ല ഞാൻ. എന്താണത്? സന്തോഷാറായിട്ട് വിളിക്കും. അല്ല തിരക്കിലാണോ ചോദിക്കും. അല്ല എന്ന് പറയും. അല്ലെങ്കിൽ ആണ് എന്ന് പറയാം. എന്നാൽ പിന്നെ വിളിക്കാം ഒരു ഫോൺ വയ്ക്കും. അത്രേ ഉള്ളൂ. സിനിമ വല്ലതും കണ്ടോ? ഇപ്പം ഏത് സിനിമയാണ്? അപ്പം വേറെ സിനിമയില്ല. അപ്പം പിന്നെ വിളിക്കാം എന്ന് പറയും. ഇതാണെന്നൊന്നും സെലിബ്രിറ്റിയിൽ ഞാൻ അറിയുന്ന ഒരേ ഒരു കാര്യം, വേറെ ഒന്നും ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറേ ക്യാമറ വരുന്നു, അതുകൊണ്ടൊന്നും അങ്ങനെ ആളുകൾ സെൽഫി ചോദിച്ചു. ഷോസിന് പോകുമ്പോൾ സെൽഫി ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. സെൽഫിയൊക്കെ ഞാൻ പിന്നെ നമ്മൾ ഈ ടെലിവിഷനിലെ ഷോ പണ്ടേ ചെയ്യുന്നോണ്ടേ, അന്നൊക്കെ പണ്ടേ എല്ലാവരും ഇങ്ങനെ കാര്യമാക്കുമല്ലോ. ടെലിവിഷൻ ആ ഇൻ്റർവ്യൂ ഉണ്ട്, ഈ ഇൻ്റർവ്യൂ ഉണ്ട്. അതുകൊണ്ട് എനിക്കതൊരു പുതുമയുള്ള കാര്യമായിട്ടൊന്നും അനുഭവപ്പെടുന്നില്ല. ഫോട്ടോ എടുക്കുന്നൊന്നും എനിക്കൊരു വിഷയവുമല്ല. ഫോട്ടോ ഒക്കെ എടുക്കാം, നമ്മൾ ഓരോ തമ്മിൽ ഒരു വ്യത്യാസമില്ല മക്കളെ. ക്യാമറ വന്നിട്ട് പിന്നെ ഈ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് അതിനുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഞാനതിന് ഉത്തരം പറഞ്ഞു പോകും, എന്നിട്ട് എയറിലാവും. അതിൻ്റെ പ്രശ്നമുണ്ട്. അൽത്താഫിൻ്റെ അടുത്തൊന്നാണ് ഞാൻ പഠിച്ചത്. അൽത്താഫ് ഒരു കാര്യത്തിനും ഉത്തരം പറയുന്നില്ല. ഞാൻ ചോദിച്ചാൽ അൽത്താഫ് ചോദിക്കുന്നതിനൊന്നും അൽത്താഫെ ഉത്തരം പറയണ്ടേ? എന്തിനാ ചേച്ചി? അപ്പം ഞാൻ അപ്പം പറയണ്ടായിരുന്നോ? ഞാനാണെങ്കിൽ എന്ത് ചോദിച്ചാലും ഓക്കെ എന്ന് പറഞ്ഞ് ആദ്യം മുതൽ കറക്റ്റായിട്ടുള്ള ഉത്തരം പറയും, ഒരു കള്ളമില്ലാതെ. അപ്പോൾ അൽത്താഫ് ഒന്നും പറയുന്നില്ല. അപ്പോൾ അൽത്താഫെ പറയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാ ചേച്ചി പറയണ്ടല്ലേ. അങ്ങനെ ഞാൻ പഠിച്ചു വെച്ചേക്കുക. ഇനി മുതലുള്ള ഇൻ്റർവ്യൂസും പറയൂല. സിനിമയിൽ വന്നാൽ ഈ നയതന്ത്രം വേണമെന്നൊക്കെ പറയുമല്ലോ. അതായത് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ, നിലപാടുകൾ അതിനെ കുറിച്ച് പോളിഷ് ചെയ്ത് ഷുഗർ കോട്ട് ചെയ്തേ പറയാൻ പറ്റൂ. ഇത് ഇപ്പോഴും പഠിച്ചിട്ടില്ലല്ലോ. നയതന്ത്രം വേണം, പണി കിട്ടുമില്ലെങ്കിൽ. ഹാപ്പി സർദാറിൻ്റെ സിനിമയിലൊക്കെ നയതന്ത്രം ഇല്ലാത്തതുകൊണ്ട് മാത്രം എനിക്ക് പണി മേടിച്ചത്. ആ കാരവൻ്റെ ഇഷ്യൂ ഒക്കെ അതിനി ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം എന്താ ശരിക്കും നടന്നതെന്ന്. ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനോട്. അപ്പോൾ അതൊക്കെ നയതന്ത്രം ഇല്ലായ്മ തന്നെയാണ്. എൻ്റെ നയതന്ത്രം എല്ലാത്തിലും ഇടപെട്ടിട്ട് അഭിപ്രായം പറയാനുള്ളതങ്ങ് മുഖത്ത് നോക്കി പറയുന്നതിൻ്റെ പ്രശ്നം. അത് പറ്റില്ല, പാടില്ല. സിനിമയിൽ മാത്രമല്ല, ഇപ്പോൾ ഒരിടത്തും പാടില്ല എന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടെ, ഞാൻ പഠിച്ചില്ല, ഇതുവരെയും പഠിച്ചില്ല. വിഷ്ണു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എന്താ ഭാവി ഉണ്ടാവുമായിരിക്കും. ഭാവിയുണ്ട്. ഞാൻ കാണുന്ന മാലച്ചേച്ചി പോലെ മാലച്ചേച്ചി തന്നെ കാണുന്ന ഒരു ഭാവിയില്ലേ. ബ്ലാങ്ക് ആണ്. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ട് മനസ്സിരിക്കത്തില്ലേ. പഠിച്ചിട്ട് പോവാണ്, പക്ഷെ ഒരു ബ്ലാങ്ക് ഫീലിംഗ്, ഒന്നും അറിഞ്ഞുകൂടാത്തൊരു ഫീലിംഗ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ പിന്നെ അത് മാറും. അതേപോലെയാണ് എനിക്ക് സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ.
ഇപ്പം ഞാൻ ഈ മൊമെൻറ്റിൽ ഞാൻ നാളെ മുതൽ ഒരു സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എന്നാണ് ഒരു സിനിമ വരിക എന്നും എനിക്കറിയില്ല. വരുമ്പോൾ ആ സ്ക്രിപ്റ്റുമായിട്ടുള്ള പ്രണയമായി, അത് കഴിഞ്ഞു, ആ സിനിമ കഴിഞ്ഞു, ഷൂട്ട് ചെയ്തു, അത് കഴിഞ്ഞു, പിന്നെയും കാത്തിരിപ്പ്. ലവ് ഉണ്ട് എപ്പോഴും? ലവ് ഉണ്ട്. ആ ഒരു മൊമെൻ്റ്, ഒരു കോളിന് വേണ്ടി, ഒരു പരിചയമില്ലാത്ത നമ്പർ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നമ്പർ വരുമ്പോൾ, ഷോർട്ട് സിനിമയ്ക്കാണോ എന്ന്, ഹലോ എന്ന് പറയും, ചേച്ചി നാളെ ഒരു പോസ്റ്റർ ഒന്ന് റിലീസ് ചെയ്ത് തരാമോ? അത് ഓക്കേ പറയാവേ. പോസ്റ്റർ റിലീസ് ചെയ്ത് കൊടുക്കും അല്ലേ പറഞ്ഞത്. മിക്കവാറും അങ്ങനെയല്ലേ, അങ്ങനെ കോളൊന്നും ഞാൻ നോക്കുമ്പോൾ പോലെ ഞാൻ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ അഭിനയിക്കും. ഞാൻ ഇത്ര നല്ല ഡയറക്ടേഴ്സിൻ്റെ, ഇപ്പോൾ ഖാലിദ് റഹ്മാൻ ഞാൻ അഭിനയിച്ചിട്ടില്ല, അൻവർ റഷീദ് അഭിനയിച്ചിട്ടില്ല, ദിലീഷ് പോത്തൻ്റെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നും അഭിനയിച്ചിട്ടില്ല, ആഷിഖ് കപൂറിൻ്റെ ഗ്രൂപ്പിൽ അഭിനയിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞു നോക്കൂ, ഞാനൊരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നും അഭിനയിച്ചിട്ടില്ല, ആരുടെയും കൂടെ അഭിനയിച്ചിട്ടില്ല. ഈ സൂക്കോൾ സെലിബ്രേറ്റഡ് ഒരു ഡയറക്ടേഴ്സിനെയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടില്ല മലയാളത്തിൽ. അമൽനീരതുണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാ ദിവസവും നമുക്ക് ആ പ്രതീക്ഷയോടെ നമ്മൾ ഇരിക്കുന്നു എന്നുള്ളൂ. ആരാണ് നാളെ എന്നെ ഒരു ക്യാരക്ടറായിട്ട് അവരുടെ സിനിമയിൽ കാണുന്നത്, ആ വിളിക്കായിട്ട്. അല്ലാതെ PR-ൻ്റെയോ കോണ്ടാക്റ്റിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ പുറത്തൊന്നും ഇത് സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എങ്ങും എത്തൂല. ഹിന്ദി പടത്തിൽ പോലും രേവതി ചേച്ചി അല്ല എന്നെ കാസ്റ്റ് ചെയ്തത്. എനിക്ക് കാസ്റ്റിംഗ് കോൾ വഴി പോയിട്ട് ചേച്ചീൻ്റെ ഓഡിഷൻ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. അമീർ ഖാൻ വന്നത് അറിയാത്ത ഒരു ശ്രദ്ധിച്ചില്ല. ശരിക്കും അടുത്ത് മരണ സീനായിരുന്നല്ലോ. നമ്മളപ്പോൾ അതിന് പ്രിപ്പയർഡ് ആയിരുന്നു. അവിടെ നിന്നു, നമ്മൾ മരണത്തിൻ്റെ സീക്വൻസ് വന്ന് നിന്നു. ഞാൻ നിൽക്കുന്നതിൻ്റെ പുറയിലാണ് അമീർ ഖാൻ എൻട്രി. ഒരു സിംഗിൾ ഷോട്ടായിരുന്നു ക്യാമറ. നമ്മൾ ആ കൊച്ചിൻ്റെ മരണവും അതിൻ്റെ ഇതിൽ തന്നെയായിരുന്നു. കഴിഞ്ഞു ഇറങ്ങി കുറേ ആക്ടേഴ്സ് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ആമിർ പോയി എന്ന് പറഞ്ഞാൽ, ആര് പോയി? അമീർ ഖാൻ എവിടെ? പൊട്ട് പറയപ്പെട്ടായിരുന്നു. അയ്യോ ആണോ, രേവതി മാമിൻ്റെ അടുത്തിരുന്ന് കണ്ടില്ലേ? ഞാൻ പറഞ്ഞാൽ കണ്ട പോലെ ഒരു ഓർമ്മ, ഒരു പൈപ്പ് കടിച്ചിട്ട് ഒരാളിരിപ്പുണ്ടായിരുന്നു, അതായിരുന്നു. അതെ, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും മോണിറ്ററിൻ്റെ അടുത്ത് ആരൊക്കെ ഇരിക്കുന്നു ഇങ്ങനെ നോക്കി പോകില്ലല്ലോ. ഷോട്ടിന് വരുന്നു, ഷോട്ടിന് ഓടി വന്ന് നിൽക്കുന്നു, നമ്മൾ അഭിനയിക്കുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെയല്ലേ. ശ്രദ്ധിച്ചില്ല, എന്ത് ചെയ്യാൻ പറ്റും. തമിഴിൽ പോയതുകൊണ്ട് അല്ലേ കുറച്ചും കൂടി ഈ ജോലി കുറച്ചുകൂടി നന്നായി ക്രാക്ക് ആവാൻ പറ്റിയത്? ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പോയി തുടങ്ങിയപ്പോഴാണ് തമിഴ് തെലുങ്കും ഒക്കെ ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ ഹാപ്പി സർദാറിൽ വന്ന ഈ സെറ്റ് ബാക്കാണ് എന്നെ തിരിച്ച് കൂടുതൽ നടിയാക്കിയത്. വാശി വന്നു, അങ്ങനെ തോറ്റു കൊടുത്തോളൂ, നമ്മളിനി ഒരിക്കലും മലയാള സിനിമ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇങ്ങനെ ചിരിച്ചിട്ട് തന്നെ ആളുകൾ ഇങ്ങനെ ഭീഷണിയൊക്കെ പറയുമ്പോൾ അങ്ങനെ ചിലപ്പോൾ കരച്ചിലൊക്കെ വരും, അപ്പോൾ കരയും. പക്ഷെ പിന്നീട് റെസിലിയൻ്റ് ആണ് ഞാൻ. ആ വീണാലും തിരിച്ചിങ്ങനെ വരും, അപ്പം വീഴും. പക്ഷെ റെസിലിയൻ്റ് ആണ് ഞാൻ, തിരിച്ച് അപ്പം കരയൊക്കെ ചെയ്യും, തോക്കും, കട്ടിലടി കിടക്കും, അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞു. സതീശൻ്റെ തിരിച്ചു വരും, അല്ലെങ്കിൽ തിരിച്ച് വരുത്തും. എൻ്റെ ഭർത്താവ് V. സതീശൻ എന്നാണ് പേര്. സതീശൻ സമ്മതിക്കില്ല. ഏഷ്യാനെറ്റിൽ നിന്ന് റിസൈൻ ചെയ്തപ്പോഴും കൈരളിയിൽ ജോലി ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തത് സജഷനാണ്. വെറുതെ എനിക്ക് സമ്മതിക്കുകയില്ല. എന്തോന്ന് ചോദിച്ചാൽ എനിക്ക് ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സദാചാര വിഷയമാണെന്നൊക്കെ മറന്നുപോയി. നമ്മൾ ഈ സ്ത്രീകളിലൂടെ ആണല്ലോ യൂസ്ഡായി. ഇതെടുത്ത് ഒരു കൊച്ചിനെടുത്ത് ഇത് പറയാനായിട്ട് ശ്രമിച്ചു, കൂട്ടക്കരച്ചില്ല, ഒരു പെങ്കച്ച ഞാൻ ഈ ടൈപ്പ് അല്ല എന്നൊക്കെ. നമ്മൾ അയ്യോ എൻ്റെ ദൈവം. കൊല്ലുന്ന സീക്വൻസ് എനിക്ക് പേടിയായിരുന്നു. തോക്കൊക്കെ എടുക്കുന്നത്, തോക്ക് പോലും തൊട്ടിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ടെൻഷൻ്റെയും മറ്റത് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ആ സീൻ ചെയ്യാൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.